അലാസ്ക ഉച്ചകോടിയിൽ എന്തെങ്കിലുമൊക്കെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയവരൊക്കെ വിഡ്ഢികളായി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പുടിൻ വന്നു, കണ്ടു, കീഴടക്കി എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. പുടിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കുശാലായിട്ട് നടന്നു. പിന്നെ ട്രംപ് ആവട്ടെ പുടിൻ പറഞ്ഞതൊക്കെ കേട്ട് തിരിച്ചു പോന്നു എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ പുടിന് 10 വർഷമായി അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയിട്ട്. കാരണം ഇവിടെ പലവിധ നിയന്ത്രണങ്ങളും നിരോധനങ്ങളുമുണ്ട് അങ്ങേർക്കെതിരെ. അപ്പോൾ അതെല്ലാം ലഘൂകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ മണ്ണിൽ വരാനായത്. എന്ന് മാത്രമല്ല, അങ്ങേര് ഒരു ബിസിനസ് ഡെലിഗേഷനോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അതായത് കച്ചവട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്. യുക്രൈനെ പറ്റിയല്ല ചർച്ച നടന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പിന്നെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. പലരും പറയുന്നത്, ഡെമോക്രാറ്റിക് പാർട്ടി പറഞ്ഞത് ഇത് ഉച്ചകോടിയോ ചർച്ചയോ ഒന്നും ആയിരുന്നില്ല, നയതന്ത്ര ചർച്ചയൊന്നും ആയിരുന്നില്ല, മറിച്ച് ഇതൊരു തിയേറ്റർ, ഒരു ഡ്രാമ ആയിരുന്നു, ഒരു നാടകമായിരുന്നു അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഖേദകരമായി പോയി. വലിയ പ്രതീക്ഷകൾ ഉണർത്തിയിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളത് ട്രംപിന് അത്ര അഭിമാനകരമായ ഒരു കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഇനി ഈ ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കിയല്ലേ പുരോഗതിയുണ്ട് എന്നൊക്കെ പറയുന്നു. എന്ത് പുരോഗതി? ഈ സാമാന്യ നിലയിൽ ഉച്ചകോടിയൊക്കെ നമുക്കറിയാം. അത് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ഉദ്യോഗസ്ഥ തലത്തിൽ, ഈ പിന്നെ നയതന്ത്ര തലത്തിൽ ചർച്ചകളെല്ലാം നടത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ വരേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എന്നെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ശേഷം വലിയ നേതാക്കന്മാർ ഒത്തുകൂടിയിട്ട് അവർ പ്രഖ്യാപനം നടത്തുന്നു. ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യവും ഒരു പ്രഖ്യാപനവും നടന്നില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ യുക്രൈനെ പറ്റിയുള്ള കാര്യമായ ചർച്ചയൊന്നും ഉണ്ടായില്ല. യുക്രൈൻ അവിടെ യുദ്ധം നടന്നാൽ പിന്നെ ആർക്കെന്ത് എന്നുള്ള രീതിയിൽ പിന്നെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഈ പുടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ്റെ നല്ലൊരു ഭാഗം കൈക്കലാക്കണം. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നോബൽ സമ്മാനം എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ ഇങ്ങനെ പിന്നെ അതാണ് ഒരു ഒബ്സഷനായി മാറിയിരിക്കുന്ന പോലെ തോന്നുന്നു. കേട്ട് മടുത്തു നോബൽ സമ്മാനം. ഇതേതാണ്ട് വില കൊടുത്ത് മേടിക്കാനോ ഒക്കെ പറ്റുന്നൊരു സാധനമാണോ നോബൽ സമ്മാനം? അതവർ എന്ന് മാത്രമല്ല, ഇത് അത്ര കാര്യപ്പെട്ട കാര്യമാണോ? ഈ എത്രയോ പേർക്ക് കിട്ടിയിരിക്കുന്നു, അർഹിക്കുന്നവർക്കും അർഹിക്കാത്തവർക്കും കിട്ടിയിരിക്കുന്നു. ഇനി മഹാത്മാഗാന്ധി അടക്കമുള്ളവർക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഗാന്ധിജിക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നതായിട്ട് ആരും കണക്കാക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഒബ്സഷൻ ഉണ്ടാവുന്നത് തന്നെ ഖേദകരം. എന്തായാലും പുടിനെ പോലെ ഒരു വ്യക്തി, പുടിന് ഒരു മാച്ചല്ല. ഇപ്പം ആഗോള രംഗത്ത് പുടിൻ്റെ അത്രയും വലിയൊരു നേതാവില്ല എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടുകളായിട്ട് റഷ്യ പോലൊരു മഹാരാജ്യത്തെ അങ്ങേരുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതായത് അങ്ങേരെ ഏകാധിപതിയായിട്ട് ഒരു രാജാവായിട്ട് അവിടെ വാഴുന്നു. അത് ഉഗാണ്ടയോ അല്ലെങ്കിൽ സൊമാലിയയോ സുഡാനോ ഒന്നുമല്ല, റഷ്യ. നമുക്കറിയാം, റഷ്യ എന്ന് പറഞ്ഞാൽ എത്രയോ പരിഷ്കൃതവും ഏറ്റവും പുരോഗമനപരമായ ഒരു രാജ്യം. ആ രാജ്യത്തെയാണ് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്, അങ്ങേരുടെ തറവാട്ട് സ്വത്ത് പോലെ. അപ്പം അങ്ങേർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ലോകരംഗത്ത് മറ്റാർക്കും കഴിയുന്നില്ല. അങ്ങേര് തീരുമാനിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ ബിസിനസ് ഡെലിഗേഷൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അമേരിക്കയുമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ റഷ്യക്കെല്ലാം ഇപ്പോൾ പലവിധ ഉപരോധങ്ങളുണ്ട്. പിന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് വരെ ഉപരോധം, പിന്നെ താരിഫൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ റഷ്യക്ക് തന്നെ പിന്നെ ബിസിനസ് ചെയ്യാനുള്ള അനുമതി കൊടുത്താൽ പിന്നെ മറ്റു രാജ്യങ്ങൾക്ക് താരിഫൊക്കെ ഏർപ്പെടുത്തുന്നതിൽ എന്താണ് പ്രസക്തി ഇരിക്കുന്നത്? എന്തായാലും ഈ പിന്നെ ഇക്കാര്യത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് വ്യക്തതയില്ല. ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ അതോ റഷ്യയുമായിട്ട് മെച്ചപ്പെട്ട ബന്ധമുണ്ടാകുമോ? പിന്നെ അതാണ് ഇപ്പം നോക്കിയിരിക്കുന്നത്. ഇപ്പം പിന്നെ ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു പിന്നെ ചുവപ്പ് പരവതാനി വിരിച്ചാണ് പുടിനെ സ്വീകരിച്ചത്. ഒരു ഊഷ്മള ബന്ധം ഇരുവരും തമ്മിൽ, അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ഊഷ്മള ബന്ധമുള്ളതുപോലെ ആയിരുന്നു പെരുമാറ്റങ്ങളെല്ലാം. അപ്പോൾ ഇത് എല്ലാം അപ്രതീക്ഷിതവും പിന്നെ നയതന്ത്ര തലത്തിൽ പിന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അമേരിക്ക റഷ്യ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇവരുടെയൊക്കെ നിലപാടുകളാണ് പിന്നെ പിന്നോക്കം പോകുന്നത്, പരാജയപ്പെടുന്നത്. കാരണം പിന്നെ അമേരിക്കയ്ക്കൊപ്പമായിരുന്നു ഇവയെല്ലാം നിന്നിരുന്നത്, പക്ഷേ പിന്നെ റഷ്യക്കെതിരെയും. പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയെ ഒന്നും ചെയ്യാനാവില്ല. കാരണം അമേരിക്കയുടെ പിന്തുണയും അമേരിക്കയുടെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ബലമായി നിന്നത്. അതില്ല എങ്കിൽ പിന്നെ റഷ്യക്ക് ആധിപത്യം നേടാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും അന്താരാഷ്ട്ര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് ഈ അലാസ്ക ഉച്ചകോടി പിന്നെ വഴിതെളിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെലൻസ്കി അടുത്ത ദിവസം 18-ാം തീയതി വാഷിംഗ്ടണിൽ വരുന്നുണ്ട്. ആ ചർച്ചയിൽ
ഇനി വല്ല കാര്യങ്ങളും ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഈ ചർച്ചകളൊക്കെ നമുക്കറിയാം, നയതന്ത്ര തലത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവസാനം ഒരു പ്രഖ്യാപനമാണ് വരേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പം പിന്നെ ചർച്ചകളിങ്ങനെ അനന്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു, വർഷങ്ങളായിട്ട് തുടരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല. പുടിൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ലോകരംഗത്ത് തന്നെ ഇതൊരു പിന്നെ ഒരു മാറ്റത്തിൻ്റെ നിർണായകമായൊരു ചുവട് മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പല നിരീക്ഷകരും പറയുന്നത് ഇവിടെ പുടിനാണ് വിജയിച്ചത്, ട്രംപ് അല്ല വിജയിച്ചത് എന്നാണ് ഈ ഉച്ചകോടിയിൽ. പുടിന് നേടേണ്ട കാര്യങ്ങളൊക്കെ നേടി, ട്രംപ് ആവട്ടെ ഇതെല്ലാം കേട്ടു പോന്നു, കാര്യമായിട്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനുമായില്ല എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ അന്തർധാരകൾ ഈ പുറമേ കാണുന്നതല്ല, നയതന്ത്ര രംഗവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒക്കെ നമ്മൾ പുറമേ കാണുന്നത് ഒന്നാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് വേറൊന്നും. അപ്പോൾ ഏത് രീതിയിലാണിത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിപ്പം വരും ദിവസങ്ങളിൽ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം ഒരുപക്ഷെ അത് സംബന്ധിച്ചൊരു ഒരു വ്യക്തത വരുമായിരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സൂചന ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഈ യുദ്ധം അവസാനിക്കുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചവരൊക്കെ മണ്ടന്മാരായി. ഒരു കാര്യവും നടന്നില്ല. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് ട്രംപ് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്ന വാഗ്ദാനം ചെയ്താണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പുടിനുമായിട്ടുള്ള ബന്ധം എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ശക്തി, അതൊക്കെ അമേരിക്ക ഉറപ്പിച്ച് പറഞ്ഞാൽ റഷ്യ അതിനെതിരെ നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. തർപ്പിച്ച് പറയുകയാണ് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞാൽ റഷ്യ നിർത്തേണ്ടി വരും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം.